കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ടൈപ്പ് മെറ്റീരിയൽ എല്ലാം നമുക്ക് സ്ലിറ്റ് അടിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണല്ലേ. കാരണം എപ്പോഴും പിരിഞ്ഞു പോകാനും ചുളിവ് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ വഴുതി പോകുന്ന മെറ്റീരിയൽ സ്ലിറ്റ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചുരിദാറിൻ്റെ ഒക്കെ ഷേപ്പ് ഇതുപോലെ കറക്റ്റായിട്ട് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എവിടെയാണോ ആ ഒരു പോയിന്റിൽ ആദ്യം എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തുക. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ എൻ്റെ വശം കറക്റ്റ് ഒരേ പോയിന്റിൽ നമ്മൾ കൊണ്ടുവന്ന് നിർത്തണം. അപ്പോൾ അത് ഇതുപോലെ ഒരു വി ഷേപ്പ് പോലെ നമുക്ക് അവിടെ കോൺ വശത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. ഓക്കെ, നമുക്കത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വന്നു. ഇത് ഫസ്റ്റ് ലൈൻ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നു. ഈ ഒരു സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ ഇതുപോലെ കുത്തി നിർത്തി. ഇനി അതിൽ നിന്നാണ് നമ്മൾ രണ്ടാമത്തെ സ്ലിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഈ ഒരു പോയിന്റിലാണ് നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റിച്ചും അതേ ഒരു പോയിന്റിലാണ് നമ്മൾ കൊണ്ടുവന്ന് നിർത്തുക. അപ്പോൾ നിങ്ങൾ എത്ര സ്റ്റിച്ച് കൊടുക്കുന്ന എല്ലാം ഒരേ പോയിന്റിൽ വേണം നമ്മൾ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടിയിട്ട്. ഇനി അതിനുശേഷം നമ്മൾ ഈ ഒരു സ്ലിറ്റ് മാർക്ക് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് 1 ഇഞ്ച് വെച്ച് നമുക്ക് താഴോട്ടേക്ക് എന്ത് ചെയ്യും, ഇതുപോലെ 1 ഇഞ്ച് വെച്ച് നമ്മൾ അടിവശം വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു 1 ഇഞ്ച് പോയിന്റ് എല്ലാം ജോയിൻ ചെയ്ത് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റിച്ച് ഉണ്ടല്ലോ വലിയ സ്റ്റിച്ച്, അതായത് നമുക്ക് അയക്കാൻ പാകത്തിലുള്ള വലിയ സ്റ്റിച്ച് വെച്ച് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ലൈനിലൂടെ കറക്റ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ, കറക്റ്റ് എൻ്റെ വശം കറക്റ്റ് ചെയ്ത് പിടിച്ച ശേഷം ഇതേ ലൈനിലൂടെ നമ്മളൊരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും അയക്കാൻ പാകത്തിലുള്ള വലിയ സ്റ്റിച്ച് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിനുശേഷം നമ്മൾ ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ലൈനിലേക്ക് നമ്മുടെ തുണിയുടെ എൻ്റെ വശം ഇതുപോലെ വരുന്ന രീതിയിൽ മടക്കി കൊടുക്കുക. ഇനി വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി അതിനുശേഷം അതിൻ്റെ എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലേക്കും ഇതേപോലെ നമ്മൾ തുണിയുടെ എൻ്റെ വശം നമ്മൾ സ്റ്റിച്ചിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ മടക്കിയിട്ട് വീണ്ടും മടക്കിയിട്ട് എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് വരിക. അതേപോലെ മുകളിലേക്ക് വന്ന് നമ്മുടെ ആ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത്, അതായത് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഫസ്റ്റ് ഭാഗം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് വരിക. ഇനി ഇവിടെ നേരെ ക്രോസ് ആയിട്ട് രണ്ടാമത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ തന്നെ രണ്ടാമത്തെ സൈഡിലെ തുണി ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ച ശേഷം രണ്ടാമത്തെ സൈഡും താഴോട്ടേക്ക് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ. ഈ ഒരു ടോപ്പിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ തുണി മടക്കി പിടിച്ചിട്ട് ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വരുന്ന ഈ ഭാഗത്ത് പെട്ടെന്ന് സ്റ്റിച്ച് വിട്ട് പോകാന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അവിടെ നിന്ന് കെട്ടിട്ട് നമുക്കൊന്ന് സേഫ് ആക്കി കൊടുക്കാം. അതേപോലെ നമുക്ക് താഴത്തെ രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്തെടുത്താൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു അയക്കാൻ ഭാഗത്തിന് വെച്ച സ്റ്റിച്ച് എന്ത് ചെയ്യുക, നമുക്ക് ഈസി ആയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ ഈസി ആയിട്ട് റിമൂവ് ആയിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്ലിറ്റ് അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ എൻ്റെ വശത്തൂടെ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുത്ത് നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണാം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് നല്ല അടിപൊളിയായിട്ട് യാതൊരു ചുളിവും കൂടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.